ഇയാളിരിക്കെ. ഇയാളല്ല രാജലക്ഷ്മി, ദേവരാജൻ, ചന്ദ്രഗിരി ദേവരാജൻ. ചന്ദ്രഗിരിയോ സൂര്യഗിരിയോ ആകട്ടെ, ഇയാളെ ഇന്ദ്രജയുടെ ഭർത്താവായിട്ടേ എനിക്കറിയൂ. നിങ്ങൾ ചെമ്പകമംഗലം ചെമ്പകമംഗലമെന്ന് ഏതു നേരവും വീമ്പ് പറയാറില്ലേ? അതുപോലെ എന്റെ പ്രശസ്തമായ തറവാട് ചന്ദ്രഗിരി പേരിനൊപ്പം ചേർത്തന്നേ ഉള്ളൂ. അതൊക്കെ നല്ല കാര്യം. പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്രഗിരി ദേവരാജ വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ നിങ്ങൾക്കല്ലേ രാജലക്ഷ്മി അമ്മ, ഞങ്ങൾക്കെന്ത് വിശേഷം? കുറെ കാലമായില്ലേ ചെമ്പകമംഗലത്തുകാരെ ഒന്ന് കണ്ടിട്ട്, വെറുതെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. ഓ, എനിക്ക് തറവാടുമായി ഒന്നല്ലല്ലോ, രണ്ട് രീതിയിലല്ലേ ബന്ധം. എന്റെ ഇന്ദ്രജയുടെ ആങ്ങളയുടെയും അനിയത്തിയുടെയും സംബന്ധ വീടാണ് ഈ ചെമ്പകമംഗലം. ഇയാളുടെ ഭാര്യ ഈ കഥയൊക്കെ പറഞ്ഞ് ചിലപ്പോഴൊക്കെ ഇവിടെ കയറി വരാറുണ്ട്. വല്ലതുമൊക്കെ മേടിച്ചു കെട്ടി പോവാറുമുണ്ട്. അല്ല, അതിരിക്കട്ടെ, ഭാര്യ ഇവിടെയോ അതോ അവിടെയോ? ഇപ്പോ അവിടെ. അതേതായാലും നന്നായി. ഒരാൾ അവിടെ, മറ്റൊരാൾ ഇവിടെ. അല്ലെങ്കിലേ അരോ ഒരഞ്ഞ് കിന്നരോ ആവും. ഈ പരിഹാസമൊക്കെ എനിക്ക് മനസ്സിലാവും രാജലക്ഷ്മി അമ്മേ. ഇനി അതിലൊക്കെ കേറി പിടിച്ച് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഞാൻ തയ്യാറല്ല. എന്റെ ഇന്ദ്രജയുടെ നാത്തൂനാണ് സാവിത്രി. സാവിത്രിയെ ഒന്ന് കാണണമെന്ന് തോന്നി വന്നു, അത്രയുള്ളൂ. സാവിത്രി ഇവിടെയില്ല, അമ്പലത്തിൽ പോയി. ആഹാ, കൈമൾ സാറോ? വരണം. ഇത് ചെമ്പകമംഗലമോ അതോ ചന്ദ്രഗിരിയോ? അച്ഛൻ എന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ? ഇത് ചെമ്പകമംഗലം. അല്ല, ഇയാളെന്റെ വീട്ടിൽ കയറി കാലുമേ കാലും വെച്ച് കുടുംബനാഥനായ എന്നോട് വരണം എന്ന് പറഞ്ഞപ്പോ എന്റെ സ്ഥലകാലബോധം പോയി മോളെ. ഞാൻ കുറച്ചു നാളായി വളരെ ക്ഷമാശീലനാ. അതുകൊണ്ട് ഈ ചീള് കേസൊക്കെ ഞാനങ്ങ് വിട്ടുകളയും.